Es fish on. Dude, no. Es fish on. ഞാൻ പറയിട്ടിറങ്ങാം. അച്ഛന്മാരെ പുതിയൊരു സാധനം നമ്മളത് 2 ഫ്രോഗ് പരിചയപ്പെടുന്നതാണ്. ഇതാണ് കേട്ടോ ഫ്രോഗ്. നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ സുമോ എന്ന് പറഞ്ഞ ഫ്രോഗ്, അതേപോലെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബോസ് എന്ന് പറഞ്ഞ ഫ്രോഗ്. നല്ല അടിപൊളി റിസൾട്ട് ഫ്രോഗാണ്. നല്ല സൂപ്പർ ഹുക്കപ്പ് ഈ ഫ്രോഗ് വന്നേക്കണത്. എന്താ ഇത്ര ഷാർപ്പ് ഹുക്കായിരുന്നു. എനിക്ക് ഇച്ചിരി വൈഡായിട്ടിക്കണം, രണ്ടും ഇച്ചിരി വൈഡായിട്ടിക്കണം. കാരണം മീൻ അടിച്ച് കഴിഞ്ഞാലും മിസ്സാവുന്നില്ല. എന്നാലും ഹുക്ക് നല്ല ഷാർപ്പായിട്ട് ഹുക്ക് കയറിക്കോളും. പിന്നെ ഇതെടുത്ത് പറയേണ്ട കാര്യം, ഒരു സ്പിന്നർ വന്നിട്ടുണ്ട്. ഒരു സ്പിന്നർ വന്നുള്ളൂ. ഞാൻ എന്തായാലും ഒരു സ്പിന്നർ ആഡ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഒരു സ്പ്ലിറ്റിംഗും ഉണ്ട്, ഒരു സിവിലും ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറകുവശത്തെ ഒരു പിച്ചള ഒരു കോപ്പറിൻ്റെ ഒരു പീസ് അതിൽ വന്നേക്കണത്. അതിലാണ് നമ്മുടെ ഈ സിവിൽ വന്ന് ചെയ്യണം കേട്ടോ. പിന്നെ അടിപൊളി VMCയുടെ ഹുക്കാണ് ഇതിൽ വന്നത്. നല്ല ഷാർപ്പ് ഹുക്കാണ് ഇതിൽ വന്നേക്കണത്. പിന്നെ ഫ്രണ്ടിലത്തെ ഒരു പോർഷനും നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ഒന്നാണ്. പിന്നെ റബ്ബർ ക്വാളിറ്റി ഒന്നും പറയാനില്ല. റബ്ബർ ക്വാളിറ്റി ഇത്ര മീൻ അടിച്ച റബ്ബർ ക്വാളിറ്റി അടിപൊളിയാട്ടോ. അറിയണ്ട, കുറച്ച് ഹാർഡ് റബ്ബറാണ്. നമുക്ക് ഇതിനെ എപ്പോഴും നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ഹാർഡ് റബ്ബർ എടുക്കുകയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും കേട്ടോ. മീൻ അടിച്ചതിന് മിച്ചം നമ്മൾ എത്രയായാലും പുല്ലുകെട്ടിലൊക്കെ വലിച്ചെറിഞ്ഞാലും പോയി ഉടക്കാനുള്ള ചാൻസ് വന്നില്ല. പിന്നെ ഉടക്കും, ഏത് ഫ്രോക്കായാലും പോയി ഉടക്കും. പക്ഷേ എന്നാലും ഉടക്കില്ല. മീൻ അടിച്ചു കഴിഞ്ഞാൽ മിസ്സാവില്ല. എന്നാലും അതിൽ 100% ഉറപ്പാണ്. പിന്നെ നമ്മുടെ ബോസ് ഒന്നും പറയാൻ കേട്ടോ. മരണ അടിയല്ല അടിക്കണത്, ഒന്നും പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യണം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയങ്ങളൊക്കെ ഉള്ളൂ. കാരണമാണത് കൂടുതലും നമ്മൾ വീഡിയോ ഒന്നും എടുക്കാത്ത. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും മീൻ പിടിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ പോയിട്ട് വീഡിയോ എടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇതും അതെ ഓക്കെയാണ്. റബ്ബർ ക്വാളിറ്റിയൊക്കെ അടിപൊളി റബ്ബർ ക്വാളിറ്റിയാണ് ഇതിൻ്റെ. പിന്നെ നല്ല അടിപൊളി ഹുക്കപ്പ് പ്രഷ് കിട്ടുന്നുണ്ട്. ഹുക്ക് ടോപ്പിലായിട്ട് കയറണം. നല്ല അടിപൊളി ഹുക്കപ്പ് പ്രഷ് കിട്ടുന്നുണ്ട്. മീനൊന്നും മിസ്സാവില്ല. പിന്നെ ഇതിൽ വന്നേക്കണ ഒരു ടൈപ്പ് സാധാ ടൈപ്പ് സ്പിന്നറായിരുന്നു. അത് ഞാൻ ചെറുതായിട്ട് ബെൻഡ് ചെയ്തിട്ടുണ്ട്. അത് 10 മാത്രമേ ഉള്ളൂ ഞാൻ ഒരു പ്രത്യേകത ചെയ്തേക്കണത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വന്നേക്കണത് പുറകിലാണ് വെയിറ്റ് വന്നേക്കണത്. അതുപോലെ ഒരു സ്പ്ലിറ്ററിങ് ക്വാളിറ്റിയുള്ള സ്പ്ലിറ്ററിങ് വന്നേക്കണത്. സിവിലും വന്നേക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പ്ലിറ്ററിങ്ങിൽ തന്നെയാണ് ഈ ഹുക്ക് നേരെ അറ്റാച്ച് ചെയ്തേക്കണം കേട്ടോ. 2 ഡിസൈൻ കൊടുത്തേക്കണത്. കളറൊക്കെ ഒന്നും തന്നെ നല്ല ഒരു ക്വാളിറ്റി ആയിട്ടാണ് കളർ കൊടുത്തേക്കണത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വന്നേക്കണത് 11 വെയിറ്റും അതേപോലെ തന്നെ 5.5 സെൻറ്റിമീറ്ററാണ് ഈ ലെങ്ത്ത് വന്നേക്കണത്. പിന്നെ നമ്മുടെ സുമോയിൽ വന്നേക്കണത് 6.5 സെൻറ്റിമീറ്ററും അതുപോലെ 15 വെയിറ്റുമാണ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ 15 വെയിറ്റ് നല്ല കാസ്റ്റിംഗ് നല്ല കിട്ടും കേട്ടോ. 2 നല്ല കാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. നല്ല ജെറ്റ് പോകണ പോകും. നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഈ 2 ഫ്രോഗ് വെച്ച് നമ്മൾ മീൻ പിടിക്കാൻ പോകട്ടോ. ചെറിയ വീടുണ്ടെങ്കിൽ എല്ലാം കിട്ടും. ഞങ്ങൾ കൂടുതലും മുഷിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ വെച്ചാൽ മീനിൻ്റെ സ്ട്രൈക്കും അതുപോലെ മീൻ കയറണം മാത്രം കിട്ടുന്നുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ ഇടുന്നില്ല. എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ സുമോയിലെ ചേർന്ന് എടുക്കുന്നുണ്ടോ. നമ്മുടെ സുമോയിലെ ആയത്തൊരു മീനുണ്ടോ. കലക്കണ്ടായിരുന്നു. നടുക്കുന്നൊക്കെ മീൻ വന്നിട്ടത്. അടിപൊളി ഫ്രോഗാട്ടോ, ഒന്നും പറയാമല്ലോ. നമുക്ക് കിട്ടിയ മീനാട്ടത്. ഒരു 1.5 കിലോ എന്തെങ്കിലും ഉണ്ടോ. 1.5 കിലോയുടെ മേലുണ്ടെങ്കിലുള്ളൂ കലക്ക സാധനം. പണ്ടേതോ ചെറു വെട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു വിങ്സ് കട്ടായി കിടക്കുക. 2 പോർഷൻ ഒരു വിങ്സിന് കട്ടായി കിടക്കുക. പകുതി ഉള്ളൂ അല്ലേ, എന്നാ പറ്റും. എന്നാലും കൊള്ളാം, കലക്കം വേണം. എന്തായാലും അടുത്ത നേരം കാശി നോക്കാം, എല്ലാം കിട്ടുമോ നോക്കട്ടെ.
അടി ശോകമാണ്. ഉള്ളൊക്കെ കയറി കഴിഞ്ഞിട്ട് ആകെ സീനായി കിടക്കുവാണ്. എന്തായാലും നമ്മൾ നോക്കും, മാക്സിമം നോക്കും എങ്കിലും കിട്ടുമെന്ന് നോക്കും. പിന്നെ അത്യാവശ്യം തൊഴിൽ അടിക്കുള്ളതാണ്. എന്തായാലും മണൽ പകര ആക്ടിവിറ്റി കൂടുതലുണ്ട്. പക്ഷെ അവന്മാരൊന്നും അടിക്കുന്നില്ല, അവന്മാരൊക്കെ പെട്ടെന്ന് മാറി മാറി പോവാണ്. എന്തായാലും നോക്കാം. എന്നാലും വീഡിയോ കണ്ടിന്യൂ കേട്ടോ. വെള്ളം ഒന്ന് നോക്കിക്കോ കേട്ടോ. എടുത്തില്ലടാ. ഞാൻ കറങ്ങി തിരിഞ്ഞാണോടാ. കിളി പോയെന്നുകൊണ്ട് എൻ്റെ ചത്ത് കിളി പോയി. ഒരനക്കം വരണമല്ലോ മീന്. ഒരു ഹുക്ക് കൊടുത്തപ്പോൾ തന്നെ അതേ മീൻ്റെ ഇടപാട് കയറുന്നു. ഒരു പടക്കലോടും പടച്ചില്ല, ഫൈറ്റൊന്നും തരാണ്ട് കയറുന്നത്. അത്ര ഷാർപ്പ് ഹുക്കാട്ടോ അതിന്. എൻ്റെ ഹുക്ക് ബ്രഷ് നോക്കണം, നല്ല കലക്കം ഹുക്ക് ബ്രഷാണ്. ഫ്രോഗിൻ്റെ ഹുക്ക് കാണാൻ പോലല്ലോ. ഞാൻ ആദ്യമൊന്നും മൊത്തി, രണ്ടാമതൊന്നും കയറി. നമ്മുടെ അതേ സുമോയിലോട്ടാണ് മീൻ അടിച്ചാണത്. സുമോ അതെ ഹുക്ക് പെട്ടങ്ങേറ് ഹുക്ക് അതിൻ്റെ. അതെ അവിടെ സുമോ കലക്കലായിട്ട് സുമോയിൽ കിട്ടും മീൻ. എന്താ വണ്ട അയ്യോ. പോവില്ല. അതെ നമ്മുടെ സുമോയിലെ മീനുണ്ടോ. അതെ ഒരു 1 kg ഒക്കെ ഉള്ളൂ. എന്തായാലും ഇരിക്കട്ടെ. അപ്പം എന്തായാലും നമുക്കിതിൻ്റെ പതുക്കെ കൊല്ലിയിലേക്ക് ആക്കിയിട്ട് നമുക്ക് കാസ്റ്റിങ് തുടങ്ങാം. നമ്മുടെ ഫിലിബ്രോയ്ക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, വെള്ളമൊക്കെ തിരഞ്ഞുണ്ടോ. ഐസ് മീൻ അടിച്ചാലും നോക്കണ്ട. അല്ല ഞാൻ തുടങ്ങിയടാ. നമ്മൾ ലോഡും വെച്ചിട്ടുണ്ട്. വിട്ടു കൊടുക്കില്ലട്ടോ. ഞാൻ എങ്ങനെ കയറ്റിക്കോളാം. വെള്ളം നീക്കി കയറ്റം ഇച്ചിരി പാടാണ്, ടാസ്കുള്ള വഴിയാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ അടിക്കും കേട്ടോ. അയ്യോ, ഞങ്ങളിവിടെ വന്ന് റെസ്റ്റ് ചെയ്യുമായിരുന്നു. റെസ്റ്റ് ചെയ്യണ സമയത്താണ് മീൻ അടിച്ചത്. ഇല്ല ലോഡുണ്ടോ? തിരിഞ്ഞു നോക്കിയേ, മീനുണ്ടല്ലേ. ഇവിടെ നിറഞ്ഞോണ്ടേ. അതെ വെള്ളം നിറങ്ങണ്ട. അതിൽ ലോഡ് കൊടുക്കണ്ട. ആ ബ്രൈഡൊക്കെ ഇച്ചിരി പഴയ ബ്രൈഡാ. അയ്യോ,
ചെണ്ടിനുള്ളിൽ കയറിക്ക വരുമോ ഇത്ര ഉള്ളൂ ഇത്രയുള്ളൊന്നല്ല. വെള്ളം തെറി കണ്ടിട്ട് എത്ര നല്ലതൊന്നല്ല. എപ്പോഴേക്കുണ്ട് കുറേ നാൾക്ക് ചേട്ടാ അതെ ഇവിടെ ആശാലിന്റെ മീൻ അടിച്ചേക്കട്ടോ. വർഷങ്ങളായി ഇവിടെ പോയിട്ട്. ആ മണല് ഇന്ന് മണലിന്റെ കാര്യം പറഞ്ഞോളൂ. അതാണ് നല്ല ഫൈറ്റോ കാണിച്ചത്. അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ മണലട്ടാ. മണല് നമ്മുടെ കോബ്ര എന്ന് പറഞ്ഞ ഫ്ലോയിൽ അടിച്ചാണ് കേട്ടാ. കോബ്ര അത്യാവശ്യം നല്ല സൈസ് വരുവാണ് മണല. അപ്പൊ മണലല്ല മോനെ കിട്ടിയത് എന്നപ്പോ തന്നെ. പുള്ളി വന്നിട്ട് ഇപ്പൊ ഒരു മാസമായി വന്നിട്ട് നമ്മളിപ്പം ആദ്യത്തെ വന്നിട്ട് ഫസ്റ്റ് അടിച്ച് കയറ്റണം മീനൊക്കെ. എന്തായാലും ആയിക്കോട്ടെ, ഒരു ചെറിയൊരു മൂഡ് വന്നില്ലേ. ഫൈറ്റ് അങ്ങനെ പുല്ലിലായതുകൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ട് കിട്ടിയില്ലേ. സെന്ററിൽ അടിച്ചാ ആണോ? ആ ഓക്കെ ആണോ? അപ്പുറം ഓക്കെ. എടുത്തില്ല. മീൻ വന്ന് ഏറെടുത്തിട്ട് ഞാൻ എറിഞ്ഞിനൊക്കെ മുമ്പ് മീൻ അടിച്ചോളെ. അത് ആദ്യം നല്ല ആ സൈഡിലെ പറ്റേ എറിയാനുള്ള എന്നെ നടുക്കൊണ്ട് എറിഞ്ഞ് ഞാൻ ആ സൈഡില്. അതെ വേറെ മീൻ. അത് അങ്ങനെ വരുമ്പോ സൈഡ് ആ കാട് കെട്ടാണെങ്കിൽ കാട് കെട്ടിന് സൈഡ് വലിക്കണം. പേരയിൽ ഉടക്കാണത്. ചെല്ലരും എടുത്തില്ല. പോട്ടെ. ക്യാമറ വേണ്ട. അടിച്ച് എന്തോരം കയറി വെയിറ്റ് ചെയ്ത് നോക്കിയാ ടൈറ്റ് ആവണ വെയിറ്റ് ചെയ്ത്. നമ്മുടെ സുമോയിലെ ഒരു മീൻ കയറിട്ടോ. അടുത്ത മീൻ സുമോയിലെ അടിപൊളി ഹുക്കാട്ടോ. കലക്കം ഹുക്ക് എന്ന് പറഞ്ഞാൽ കലക്കം ഹുക്കാവും. അതിനിടയ്ക്ക് മഴയൊക്കെ ആയതുകൊണ്ടൊന്ന് വീഡിയോ നിർത്തി വെച്ചായിരുന്നു. നമ്മുടെ മൂന്നാമത്തെ മീൻ കവർ അറിയോ? നമുക്ക് 2 മീനോട് കയറിയായിരുന്നു കേട്ടോ. ഒരു മണൽവാഹയും കയറിയായിരുന്നു, ഒരു ചേർന്നും കയറിയായിരുന്നു കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ മീൻ ഇട്ടേക്കണം. ഓക്കെ. അടിച്ചടാ കുടുക്കടാ മോനെ, കുടുക്കടാ, നൂലെ പിടിച്ച് കൊടുക്കടാ മോനെ. പിന്നല്ല ചെറുതാല്ലേ. അയ്യാ നമ്മുടെ ബോസിൽ അടുത്തൊരു മീൻ കയറിയിട്ടുണ്ടോ? റിലീസ് ചെയ്യാൻ പറഞ്ഞോ. റിലീസ് ചെയ്തു. കുഴപ്പമില്ലാത്ത സൈസാ.
ഒരു മിനിറ്റ് ഞാൻ പുറകിട്ട് ഇറങ്ങാം. കയറുത്. നൈസ് വൺ. നമ്മുടെ GoPro ചാർജ് തീർന്നു വരുന്നു. കൊല്ലിയുടെ കയ്യിലില്ല, കവർ മാത്രമേ ഉള്ളൂ. അടിപൊളി ഉപ്പായിട്ടാ. ഹാൻഡ്ക്രാഫ്റ്റിന്റെ ബോസ് എന്ന് പറഞ്ഞ ഫ്രോഗ് നല്ല കലക്കാൻ റിസൾട്ടാ നമുക്ക് കിട്ടിയത്. മീൻ 1.5 മേലുണ്ട്. കുട്ര ചെറുതാ. അങ്ങനെയാണ്. അതിനെ റിലീസ് ചെയ്യും. ചൂണ്ട ചൂണ്ട ചൂണ്ട. എവിടെ മീനുണ്ടായില്ലേ? മീനുണ്ടായില്ലേ? ഞങ്ങോ അവിടെ ചെല്ലട്ടെ പിടിച്ച് ഇത് പിടിച്ച് മീനുണ്ടായില്ലേ? നീ വെള്ളം എടുക്കോട്ട്.